أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അസീസുൻ അലൈഹി മാ അനിത്തും. അസീസുൻ അലൈഹി, ആ നബിക്ക് വലിയ പ്രയാസമാണ്. മാ ഒന്ന് അനിത്തും, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ക്ലേശമുണ്ടാകുന്ന ഒരു കാര്യം അള്ളാന്റെ ഹബീബിന് അസഹ്യമാണ്. അങ്ങനെ ഒരാളെയാണ് ഈ ഉമ്മത്തിന് നിയോഗ പുരുഷനായി, പ്രതിപുരുഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ദുനിയാവിലോ, അതിന്റെ തഫ്സീറിൽ കാണാം, ഫിദ്ദുന്യ വൽ ആഖിറ, ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുക എന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആകുമ്പോ ആഖിറത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു ചേരുക എന്നുള്ളത് നബിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ദുന്യാവിന്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയാണ്. അങ്ങനെ ഒരാളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അന്നത്തെ തന്നെ കണ്ട് വിശ്വസിച്ച് ഒപ്പം കൂടുന്ന അനുയായികളെ പച്ചക്ക് കൊല്ലുന്നത് ലൈവായി കണ്ടു മുഹമ്മദ് മുസ്തഫ. എത്ര ആയിരിക്കും ആ പ്രയാസങ്ങള്? ഇത്ര സ്നേഹമുള്ള ഒരാള് ആ ആളെ മുമ്പിൽ വെച്ചിട്ട് അനുയായികളെ, ഈ ആളെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ പാത്രത്തിലിട്ട് കരിച്ചു കൊല്ലണ്, കെട്ടിത്തൂക്കി കൊല്ലണ്, അടിച്ചിട്ട് കൊല്ലണ്. ഇതൊക്കെ പലപ്പോഴും നേരിട്ട് കാണേണ്ടി വരുന്ന ഒരാളായിരുന്നു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉമയ്യത്ത് ഒരിക്കൽ ബിലാൽ തങ്ങളെ തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട്, അയാളെ വീട്ടിൽ വെച്ചുകൊണ്ട് ഇത് വിശ്വസിച്ചതിന്റെ പേരിൽ ഇരുമ്പ് പഴുപ്പിച്ച് ചൂടാക്കിയിട്ട് ശരീരത്തിലേക്ക് കുത്തിയിട്ട് ഉപദ്രവിക്കുന്നത് കണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുമ്പിങ്ങനെ അടുപ്പിലിട്ടിട്ട് പഴുപ്പിക്കുക, എന്നിട്ട് ഈ കറുകറുത്ത മനുഷ്യന്റെ പള്ളക്ക് കുത്തുക, എന്നിട്ട് ആ ശരീരം വെന്തുരുകിയ ഗന്ധം ഹബീബിന്റെ മൂക്കിലേക്ക് വരിക. ആ സമയത്ത് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ബിലാൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, അഹദ് 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 അഹദ്. ഇത് കേട്ടു തൊട്ടപ്പുറത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് ബിലാൽ തങ്ങളെ നേരെ നോക്കിയിട്ട് ഒരൊറ്റ വർത്താന, യുൻജീകൽ അഹദു യാ ബിലാൽ, യുൻജീകൽ അഹദു യാ ബിലാൽ, യുൻജീകൽ അഹദു യാ ബിലാൽ. അള്ളാഹു നിങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹദായ പടച്ചോ നിങ്ങളെ രക്ഷപ്പെടുത്തും ബിലാലെ എന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ വീട്ടിൽ പോയിട്ട് ഉറക്കം കിട്ടണില്ല. ഈ രംഗം അങ്ങനെ കണ്ടല്ലേ ഇരുന്ന് കരയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് സിദ്ദീഖുൽ അക്ബർ അവിടെ കയറി വരുന്നത്. എന്താ മുത്തനബി എങ്ങനെ ഒരു പ്രയാസം? അസീസുൻ അലൈഹി മാ അനിത്തും. എന്താ അങ്ങനെ ഒരു പ്രയാസം? കരഞ്ഞോണ്ടിരിക്കുകയാണ്, സംസാരിക്കാൻ കഴിയണില്ല, സംസാരം കട്ടാകാണ്, കരയന്നെ. അപ്പൊ പറഞ്ഞു, ഞാൻ കണ്ട് വരുന്ന സമയത്ത് അബൂബക്കറെ ഒരു രംഗം കണ്ടു. നമ്മളെ ബിലാലിനെ ഉമയ്യത്ത് ഇരുമ്പ് പഴുപ്പിച്ചുകൊണ്ട് കുത്തി വേദനിപ്പിച്ചിട്ട് ഗന്ധം ഉരുകി വരിക. ആ ഗന്ധം, മാംസത്തിന്റെ ഉരുകിയ ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ അവിടുന്ന് ഒരു തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചാണ്, തങ്ങള് കരയണ്ട, ബിലാലിനെ ഉമയ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ പൈസ കൊടുത്ത് മോചിപ്പിക്കും യാ റസൂലല്ലാഹ്. അത് പിന്നീട് മഹാനവറുകൾ പൂർത്തിയാക്കിയ രംഗം ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ അനുയായികള് വേദനിക്കുക, പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും അസഹ്യായിരുന്നു മഹാനരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളെ കൂട്ടത്തിൽ ഒരാൾക്ക് പനി വരികയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് വലിയ വേദനയായിരുന്നു. ചില മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങൾക്കും പനിച്ചിരുന്നു എന്നാണ്. നമുക്കൊരാൾക്കൊരു പ്രയാസം വരുമ്പോ ഉമ്മാക്ക് മനോവേദന ഉണ്ടാവും, ബാപ്പാക്ക് മനോവേദന ഉണ്ടാവും. ഇത് വേദന കൂടിയിട്ട് നമ്മുടെ പ്രയാസം ഓർത്തിട്ട് ശരീരത്തിൽ വേദന ഉണ്ടായിരുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. അസീസുൻ അലൈഹി മാ അനിത്തും.
നമ്മളെ പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വേദനയാണ്. അങ്ങേയറ്റത്തെ നമ്മൾ പ്രയാസപ്പെടരുത് എന്നാണ്, അത്രയും നമ്മളോടുള്ള ആഗ്രഹമാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നരകത്തിന്റെ 7 വാതിലുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ അന്ന് വരെ ഹബീബ നബിക്ക് അള്ളാഹു തആല ഒരു ഇൽമ മാറ്റി വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ആരും നരകത്ത് പോവില്ല എന്നുള്ളൊരു ഇൽമായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരും നരകത്ത് പോവില്ല, അവർക്ക് നരകം ഇല്ല എന്നുള്ളൊരു ധാരണ ആയിരുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തിരുത്തുകയാണ്. 6 കവാടത്തിലൂടെ നരകത്ത് പോകുന്നത് ഇന്നോരൊക്കെയാണ്. 7ാമത്തെ വാതില് അത് പറയാതെ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ പിടിച്ചു നിന്നു. കാരണം പറഞ്ഞാൽ ഇത് അസീസുൻ അലൈഹിം അനിത്തുമായ മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് പറഞ്ഞ എന്തായിപ്പോന്നുള്ള പേടിയിൽ പറഞ്ഞില്ല. അപ്പൊ അള്ളാഹു റസൂൽ ചോദിച്ചു, ആ 7ാമത്തെ വാതിലൂടെ നരകത്ത് പോണ ആരെന്താ നിങ്ങൾ പറയാത്തെന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഒറ്റ വർത്താനം, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്കല്ലദീന മാതു വലം യതൂബു. ഇതേ പറയുള്ളൂ. അതിപ്പോ ചിന്തിച്ച ഒരു പ്രശ്നമല്ല. എന്താ ഫീഹി ആ കവാടം മിൻ ഉമ്മത്തിക്ക, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആളുകൾക്കാണ്. ആരാണെന്നും കൂടി പറയുന്നുണ്ട്. അല്ലദീന മാതു, ഒരു മരിച്ചുപോയി. മിൻ അഹ്ലിൽ കബായിർ എന്നവിടെ പറഞ്ഞത്. മിൻ ഉമ്മത്തിക്ക ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്ക. ഇത് പറഞ്ഞാൽ കരയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട കാരങ്കൂസുകൾ എന്ന് അതിന്റെ അർത്ഥം. അഹ്ലുൽ കബായിർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളല്ല. കാരങ്കൂസ് നമ്മൾ പറയില്ലേ, വെറും കഞ്ചൂസ്, കാരങ്കൂസ്, ഇങ്ങനത്തെ ആള്, വെറും കുടിയന്, വെറും പിടിയന്, വെറും കള്ള്, വെറും പെണ്ണ്, ഇങ്ങനെയായിട്ട് നടക്കുന്ന ആളുകൾക്കാണ് അഹ്ലുൽ കബായിർ എന്ന് പറയാം. അവർക്കാണ് 7ാമത്തെ വാതില് നബിയെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ആ സമയത്ത് ഫഖറൻ നബിയ്യു മഗ്ശിയൻ അലൈഹി, ബോധം കെട്ട് വീണു മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ, എങ്ങനെ നേതാവിനെ മറക്കാൻ പറ്റും? ബോധം കെട്ട് വീണു. ത്വായിഫിൽ കല്ലേറ് കൊണ്ടിട്ട് ഞെരിയാണി പൊളിഞ്ഞിട്ട് ബോധം കെട്ടിട്ടില്ല. കല്ലേറ് കൊണ്ടിട്ട് ഞെരിയാണി കണ്ട് കീറിയിട്ട് രക്തം പമ്പ് ചെയ്തു. 5 കിലോമീറ്റർ നിൽക്കാതെ ഓടി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് ബോധം കിട്ടിട്ടില്ല. ഉഹുദിന്റെ രണാങ്കണത്തിൽ കവളത്ത് അടുകിട്ടിയിട്ട് പല്ല് തെറിച്ചിട്ട് ഊന് പൊട്ടിയിട്ട് രക്തം പമ്പ് ചെയ്തു. ബോധം കിട്ടിട്ടില്ല. നിസ്കാരത്തിൽ സുജൂദ് കിടക്കുന്ന സമയത്ത് കിലോ കണക്കിന് തൂക്കുള്ള മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തി കൊടുത്തിട്ട് സുജൂദിന്ന് എണീക്കാൻ കഴിയാതെ കഴുത്ത് ഉളുക്കി ബോധം കിട്ടിട്ടില്ല. ബോധം കിട്ട എപ്പോഴാന്നറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ട ഫുൾ പവർ തമ്മാടികൾ, ചെറുകിട ആളുകളൊന്നുമല്ല, ഫുൾ പവർ തമ്മാടികൾ. എന്തുകൊണ്ട് അവരെ നരകത്ത് പോണത്? മാത്തു വലം എത്തൂബു, തൗബ ചെയ്യാതെ മരിച്ചു. തൗബ ചെയ്താൽ രക്ഷപ്പെടും ചെയ്യാം. തൗബ ചെയ്യാതെ മരിച്ചു പോയതിന്റെ പേരിൽ അവർക്ക് നരകത്തിൽ 7ാമത്തെ വാതിലുണ്ട് എന്ന് കേട്ടപ്പോ കരയല്ല, വേദന ഉണ്ട് എന്ന് പറയല്ല, പിടിച്ചു നിൽക്കാൻ ബോധം അങ്ങോട്ട് പോയി മറിഞ്ഞങ്ങോട്ട് വീടും മുഹമ്മദ് മുസ്തഫ. മഗ്ശിയൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? ബോധം കെട്ട് വീഴുക എന്ന് പറയാം. ഹറാന്ന് മാത്രമല്ല ഹദീസിലുള്ളത്, ഹറാന്ന് പറഞ്ഞാൽ വീണു എന്നാണ്. ഫഹറൻ നബിയോ, നബി വീണു. എങ്ങനെ? മഗ്ശിയൻ അലൈഹി, അബോധാവസ്ഥയിൽ വീണു എന്ന്. റസൂലിന്റെ നെഞ്ചിന്റെ ഊക്ക് എത്രയാണ്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ. ഈ ഖുർആൻ എങ്ങാനും എവറസ്റ്റ് പാറന്റെ നെറുകയിലേക്ക് ഇറക്കിയാൽ ആ കൊടുമുടി തകർന്നു പോകും. അതാണ് ഖുർആന്റെ ഹീറ്റും വെയിറ്റും, അതാണ് നിലവാരവും, അതാണ് പവറും, അതാണ് ശക്തി. പക്ഷെ ഈ ഖുർആൻ മൊത്തം ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ നെഞ്ചിക്കാണ്. ബോധം കിട്ടിയില്ല. അപ്പോഴൊന്നും ബോധം കിട്ടിയില്ല. ഒരായത്ത് ഇറങ്ങിയിട്ടും ബോധം കിട്ടുന്നിട്ടില്ല. നരകത്തിന്റെ ആയത്തൊക്കെ എത്ര ഇറങ്ങി? ചിലപ്പം കാര്യം ബോധം കിട്ടുന്നിട്ടില്ല. ബോധം കിട്ടു വീണ എപ്പോഴറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ട തമ്മാടികൾ നരകത്ത് പോകുന്ന കേട്ടപ്പോ ബോധം കിട്ടാണ്ട് പോകും. കാരണം അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ഇടങ്ങറുണ്ടാകുന്ന റസൂലുള്ളാഹിക്ക് അസഹ്യമാണെന്ന് ഖുർആനാണ് പറയുന്നത്. ആ മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് വെറുതെ അല്ലേ നമ്മൾ എടുത്തത്, റസൂലിനൊന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ റസൂൽ നമ്മുടെ നേതാവ് ഇതാണ്. മറ്റുള്ളവരൊന്നും ഇടങ്ങറായ അടുത്ത് കാണൂല. നമുക്ക് തോന്നല്ലേ? ഇന്ന് നമ്മൾ കുറെ ആളുകളെ കൊണ്ടെടുക്കണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയില്ല, പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ്. ഒരു ഇടങ്ങറ് വന്ന ഒരൊറ്റ കുട്ടിനും കാണൂല, നമ്മളെ ഉണ്ടാവുള്ളൂ. ഈ വർത്താനം പവറും മുദ്രാവാക്യം ഒന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയ കളികളില് നേതാക്കളൊക്കെ ഉണ്ടാവും.
അടിയാണ്ട് പൊട്ടിയ റോട്ടിൽ ആരെങ്കിലും ഉണ്ടാവോ? പിന്നെ ലാത്തി മേത്തേക്ക് പോലെ അനുയായികളെ മേത്തേക്കായിരിക്കും. നേതാക്കള് വീട്ടിൽ പോയിട്ട് വീഡിയോ തുറന്നിട്ട് അല്ലെങ്കിൽ മൊബൈൽ തുറന്നിട്ട് ഇങ്ങനെ എത്ര അടി ഉണ്ടെന്ന് എണ്ണി വെക്കും. കുഞ്ഞാമേന് ഇപ്പൊ എത്ര എണ്ണം കിട്ടിയ 5 എണ്ണം. ഇവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഓല് മുങ്ങിയിട്ടുണ്ടാവും. പിന്നെ ആശുപത്രി കിടക്കുമ്പോ ഇടക്കില്ല ഓറഞ്ച് ആയിട്ട് വരും. എന്താ സുഖം തന്നെ അല്ലേന്ന് ചോദിക്കും. എന്ത് സുഖം, കിട്ടി തളർന്നിട്ട് ഗ്ലൂക്കോസ് കുത്തിക്ക് എടുക്കുക, തിന്നാൻ കഴിയാതെ. അപ്പൊ വരുവാണെങ്കിൽ എത്തി വന്ന് പാളി വെക്കും. സുഖം തന്നെ അല്ലേ? അപ്പോഴേക്കും ഉഷാറായി, നമ്മളെ നേതാവ് വന്നിരുന്നു. അത്രല്ലേ ഉള്ളൂ. അടി കൊള്ളാൻ ആരാ കൂടെ ഉള്ളത്? ആരുണ്ടാവില്ല. ഈ നേതാവ് അങ്ങനെയല്ല, ബുദ്ധിമുട്ടുള്ള എല്ലാ സമയത്തും കൂടെ ഉണ്ടാവും. മുഹമ്മദ് മുസ്തഫ ആഖിറത്തില് അല്ലേ? അനസ് എന്നവര് ചോദിച്ചത്, മുത്തനബിയെ ഞാൻ പരലോകത്തൊന്ന് നിങ്ങളെ എവിടെ വെച്ചിട്ടാ കാണുക? ഇവിടുത്തെ ബന്ധം കൊണ്ട് ചോദിച്ചു പോകണം. ഓലൊക്കെ ചിന്ത അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3-4 സ്ഥലത്ത് വന്നാൽ മതി. കാരണം എന്താ, അവിടെ ഉമ്മത്ത് വല്ലാതെ കഷ്ടപ്പെട്ട സ്ഥലാ. അവിടൊക്കെ നേതാവുണ്ട്. ഒന്ന് മീസാനിലിട്ട് അമല് തൂക്കണ സ്ഥലത്ത് അവിടെ നേതാവ് ഇങ്ങനെ നിൽക്കാണ്. നേതാവ് അവിടെയാണ് നിൽക്കുന്നത്. കാരണം ഉമ്മത്തിന് ഏറ്റവും കഷ്ടപ്പാടുള്ള സ്ഥലം അവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഔദുൽ കൗസർ മുക്കി കൊടുക്കണം, അവിടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ രണ്ടിടത്തും കണ്ടില്ലെങ്കിലും അനസ് എന്നവരെ തിടുക്കാം. ഞാൻ അവിടെ രണ്ടിടത്തും വന്ന് നിങ്ങളെ കണ്ടില്ലെങ്കിലോ എന്നാ പിന്നെ സിറാത്ത് പാലത്തിന്റെ അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ 3 സ്ഥലമാണ് മഹ്ശറിൽ ഏറ്റവും ബേജാറുള്ളത്. ആ 3 സ്ഥലത്ത് നേതാവ് നേരത്തെ തന്നെ പോയി നിൽക്കാണ്, ഉമ്മത്തിനെ കാത്ത്. മുഹമ്മദ് മുസ്തഫ ഇനി ഒന്ന് അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചാൽ മതി, നമ്മൾ രക്ഷപ്പെടും. കാരണം നമ്മളെ നേതാവ് ചില്ലറ നേതാവല്ല. അസീസുൻ അലൈഹിമ അനിത്തുന്ന് കേട്ടാ വിശ്വാസികളുടെ ഹൃദയം പിടക്കും. അവരറിയാതെ അവരുടെ തൊണ്ടയിലൂടെ അതരങ്ങളിലൂടെ ഒഴുകും. സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ്. അവര് സലാത്തിന്റെ ആളുകളായി മാറും, അവര് സലാമിന്റെ ആളുകളായി മാറും. സലാം ചൊല്ലിയാലോ? സലാം ചൊല്ലിയാല് മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ, സ്വഹീഹ ഹദീസാണ്. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. നിങ്ങൾ എവിടുന്ന് എനിക്ക് സലാം പറഞ്ഞാലും എനിക്കത് കിട്ടുന്നുണ്ട് എന്നാണ്. എനിക്കത് കിട്ടുന്നുണ്ട്, ഞാൻ അതിന് മടക്കും ചെയ്യുന്ന. അൽഹംദുലില്ലാഹ്. ഹബീബ നബിയുടെ സലാം ഒറ്റ പ്രാവശ്യം മടക്കി കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് നിരന്തരം സലാത്തില്ല, സലാമും ചൊല്ല. അസീസുൻ അലൈഹി മാനിത്തും. നമ്മൾ പ്രയാസപ്പെടുന്നത് അസഹ്യമാണ്. ഖുർആൻ ഇങ്ങനെ എടുത്ത് ഓതും അള്ളാഹിന്റെ റസൂല്. ഓതുന്ന സമയത്ത് ഉമ്മത്തിനെ കുറിച്ച് ചർച്ച കണ്ടാൽ, അന്ന് നമ്മളവിടുത്തെ മുസാഫില്ല, അന്നത്തെ രൂപത്തില് ഒരാളെ മുമ്പിൽ ഇരുത്തും, എന്നിട്ട് അയാളെ കൊണ്ട് ഓദിക്കും, എന്നിട്ട് റസൂല് കേൾക്കും, അല്ലെങ്കിൽ ഹബീബ നബി ഇങ്ങനെ ഓതും. ആ സമയത്ത് നമ്മളെ കാര്യം, ഉമ്മത്തിന്റെ കാര്യം ചർച്ചയിൽ വന്നാൽ, ആയത്തുകളിലുണ്ടല്ലോ, ചർച്ചയിൽ വന്നാൽ ഉമ്മത്തിനെ അങ്ങോട്ട് കണ്ടാ ഓത്ത് നിർത്തിയിട്ട് പൊട്ടിക്കരയുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നേതാവിന്റെ കൂടല്ലേ നമ്മൾ കൂടേണ്ടത്? വേറെ ഏത് നേതാക്കൾ നമ്മളൊപ്പം ഉണ്ടാകുക? ഈ നേതാവിലേക്ക് എത്തിക്കുന്ന നേതാക്കളുണ്ട്, അൽഹംദുലില്ലാഹ് നല്ലവരാണ്. ഈ നേതാക്കളിലേക്കാണ്ട് എത്തിക്കുന്ന നേതാക്കളൊക്കെ നല്ലവരാ. കുറെ നേതാക്കളെ പണി അതല്ല, അനുയായികൾ വെച്ചിട്ട് കുമ്പ ഉറപ്പിക്കല. എല്ലാവരുടെ ലക്ഷ്യം പൈസയാണ്. എല്ലാവരും അല്ല, കുറെ ഭൂരിഭാഗം അങ്ങനെയാണ്. ഭൂരിഭാഗം പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? സംശയ ദൃഷ്ടിയില് അല്ലെങ്കിൽ സഹാബാക്കൾ ആരെങ്കിലും സമീപിച്ചാൽ അവര് എത്തുന്നതോടുകൂടി അവർക്ക് ഈമാനായി, അവര് വിശ്വാസികളാവും. ഇന്നങ്ങനെയല്ല. നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരു വലിയ മഹാണ്ട് നേതാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയൊക്കെയാല് നമ്മൾ ഉറപ്പിച്ചു പോയതായിരിക്കും. അവിടെ എത്തിയ വിശ്വാസം മുഴുവനും പോകും. അങ്ങനെയാണ്. ഇവിടുന്ന് പോകുമ്പോ നമ്മളെ ആളെ ഓക്കെ ആയിട്ട് ഉറപ്പിച്ചു പോയതായിരിക്കും. അവിടെ പോയി മൂപ്പര വർത്താനം കാട്ടിക്കൂട്ടലും കണ്ട നമുക്കുള്ള എക്കൈനും പോയി നമ്മൾ മൂപ്പര വലിച്ചെറിഞ്ഞിങ്ങോട്ട് പോരും. എന്നാ ഹബീബ നബി എങ്ങനെ അറിയോ? ഹബീബ നബിന്റെ അടുത്തേക്ക് പലരും വന്നത് കൊല്ലാനാണ്. നബി മഹാനാന്ന് വിശ്വസിച്ചിട്ടല്ല, നബിയെ തട്ടാനും കൊല്ലാനും വേണ്ടി വാള് ഉറയിൽ വെച്ച് വന്ന ആള് പിന്നെ ഹബീബ നബിന്റെ കാൽക്കൽ പൊരുത്തപ്പെടിച്ചിട്ട് ഷഹാദത്തുൽ ചൊല്ലിയിട്ട് കണ്ണീര് വാർത്തിയിരിക്കുന്ന രംഗാണ് ചരിത്രത്തിൽ കാണുന്നത്. കാരണം ഒന്നാലങ്ങനെയാണ്, കേട്ട പോലല്ല. എന്നങ്ങനെയല്ല, കേട്ടാ വലിയതാ, പോയാ നേരെ തിരിച്ചു പോകണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് നേതാവിനെ കുറിച്ച് അസീസുൻ അലൈഹിമ അനിത്തും. ഇങ്ങനെ ഒരു നേതാവിനെ അള്ളാഹു നമുക്ക് തന്നിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ഹലാക്കിന്റെ, അപകടത്തിന്റെ, ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, പ്രതിസന്ധിയുടെ, അദാബിന്റെ ആരംഭം ലാസ്റ്റ് ശ്വാസത്തോടെ തുടങ്ങുകയാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ പറഞ്ഞത് ആ അൻ നഈം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മുഹമ്മദ് മുസ്തഫയാണെന്നാണ്.
ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ കൈ കിട്ടിയിട്ട് നിങ്ങളെന്തേ ഉപയോഗപ്പെടുത്താനത് എന്ന് അള്ളാഹു നാളെ ചോദിക്കും. ആ ചോദ്യം എവിടെ മുതൽ തുടങ്ങും? ഖബർ മുതൽ തുടങ്ങും, മഹ്ശറിൽ മാത്രല്ല. ഒരു ഹദീത്ത് കാണാൻ മുത്തനബിയെ ഖബർക്ക് ആ ഫോട്ടോ കൊണ്ടുവരും, അല്ലെങ്കിൽ രൂപം കൊണ്ടുവരും. എങ്ങനെയായാലും അതൊക്കെ പ്രകാശ പരിപാടികളല്ലേ. ഭൂമിന്റെ മുകളിൽ പ്രകാശം കൊണ്ട് എന്തെല്ലാം അത്ഭുതം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൈവെള്ളയിൽ വെച്ച മൊബൈൽ ഓണാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിക്കുന്ന എനിക്ക് കാണാം. ഇത് ഭൂമിയുടെ മുകളിൽ. ഉള്ളിലും അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ പ്രത്യേക വേറെ സംവിധാനത്തിൽ അള്ളാഹു നടത്തണു. അതല്ലേ മലക്കുകൾ വരുന്നതൊക്കെ. വേറെന്താ, മലക്കുകളൊക്കെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ലേ, അതിന് സംശയമുള്ളത്. അപ്പൊ ഹബീബ നബിയെ കൊടുന്നിട്ട് അങ്ങനെ ചോദിക്കും, മാതാ തഖൂലു ഫി ഹാദാ റജുലി, മയ്യിത്തിനോട് ചോദിക്കും. ഇത് ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ വരാനുള്ള ചോദ്യമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ വരാനുള്ള ചോദ്യമാണ്. കേൾക്കരുത് എന്ന് വെച്ചിട്ട് കണ്ണടിച്ച് ഉറങ്ങിയിട്ടൊന്നും കാര്യമില്ല, മുന്തിറായിട്ടും കാര്യമില്ല. ഇത് നാളെ വരുന്ന കാര്യമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ വരുന്നതാ. എനിക്ക് വാതകല്ലേ എന്നിട്ട് കണ്ണടിച്ചിട്ട് കാര്യമില്ല. ഇത് ഏത് മനുഷ്യനും മണ്ണ് പോയ നാളെ വരുന്നതാണ്. ഇവിടെ കണ്ണടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വരാനുള്ള വരൂലേ, ചോദ്യാണ്ട് വരും. മാതാ തഖൂലു ഫി ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? സലാത്തിന്റെ, സലാമിന്റെ, മഹബത്തിന്റെ, ഇത്തിബായിന്റെ, സുന്നത്തിന്റെ ആളാണെങ്കിൽ ഒരു സംശയമില്ലാതെ പറയും ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് അങ്ങോട്ട് വിജയായി. എന്നാ റസൂലുമായിട്ട് ബന്ധമില്ലാത്ത ആള് പറയും ലാതിരി, എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറയും. അപകടത്തിന്റെ ആരംഭം അവിടുന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇന്ന് സ്വലാത്തിന്റെ സാസാണ്. അപ്പൊ പ്രസംഗം ഉണ്ടാവും. എന്താ പ്രസംഗത്തിലെ വിഷയം? എന്താ? ഞാൻ എന്തെങ്കിലാണ് പറഞ്ഞു കൊടുക്കണ, പിന്നെ ഞാനേ മറക്കും. നിരാശ ആദർശനാശത്തിന്റെ വിഷമാണെന്ന വിഷയം ഞാൻ അന്ന് പറയാൻ ഒരാള് വല്ലാത്തൊരു നിരാശയിട്ട് വന്ന്, അതുകൊണ്ട് മൂപ്പരിനോട് ഇപ്പൊ നിസ്കരിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഈ നാട്ടുകാരനല്ല കേട്ടോ, ഈ നാട്ടുകാരനല്ല. അയാൾ വന്ന് ചാവക്കാട് വന്നാണ്. നിങ്ങളാണ്ടൊന്നും സംശയിക്കണ്ട, ഇന്നോരായിരിക്കും വന്ന് ചാവക്കാട് നിന്നാണ്. എന്നോട് പറഞ്ഞേ എത്ര സലാത്തല്ലേറ്റും ഒരു ഇത് കിട്ടണില്ല, അതുകൊണ്ട് ഇപ്പോ പള്ളിയിൽ കയറാൻ തോന്നുന്നില്ല എന്ന് അതിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. അപ്പോഴാണ് സൈദലവേജി വന്നത്, നമുക്ക് സലാത്തിന് വിഷയം വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ അതാണ്ട് പറഞ്ഞതാ, നിരാശ ആദർശത്തിന്റെ നാശം നൽകുന്ന വിഷമാണ്. അതായിരിക്കുന്ന വിഷയം. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ്, ഇത് രാവിലെ തന്നെ വലിയൊരു സദസ്സ്, വലിയ സദസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു അമലാണ്. ഇത് ഭയങ്കര അമലാണ്. അതിരാവിലെ ഇവിടെ മാത്രമല്ല, പുറത്ത് കുറെ ആളുകൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ ഖുൽഹുവല്ലാഹ് എന്നുള്ള സൂറത്ത് വിശദീകരിക്കുന്ന സമയത്ത് എത്ര ആളുകളാ പുറം ലോകത്തുനിന്ന് വിദേശികൾ എനിക്ക് വിളിച്ചെന്ന് പറയാം. അവര് പിന്നെ ഖുൽഹുവല്ലാഹിന്റെ ആളായി. അതന്നെ. ഒരാള് തെബൂക്ക് കൂടി ഇങ്ങനെ നടക്കാണ്, ഒരാള് തെബൂക്ക് കൂടി നടക്കുക ഖുൽഹുവല്ലാഹ് തോന്നിട്ട്. ആ വീഡിയോ എനിക്ക് അയച്ചു തരാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. തെബൂക്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്നോട് പറയാം, എന്നിട്ട് ആ വീഡിയോയിലുണ്ട് ഖുൽഹുവല്ലാഹ് തോന്നും. എന്നിട്ട് എന്നോട് നിങ്ങൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം ഓരോ ദിവസവും 100 വട്ടം ഞാൻ ഖുൽഹുവല്ലാഹ് തോന്നുന്നുണ്ട്. അതിനുശേഷം ആ ചെറുപ്പക്കാരന് മൻസൂർ എന്നോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വേറൊരു വർത്താനം കൂടി ഉണ്ട്. എന്താ അറിയോ? അത് അധികരിപ്പിച്ചതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സുജൂദ് കിടക്കലാണ് എന്ന് പറഞ്ഞു. അതന്നെയാണ് അതിന് സമ്മാനം. അല്ലാതെ വിസ എടുത്തിട്ട് അബുദാബിക്ക് അറബി വിളിക്കുക എന്നുള്ളതല്ല. 4 കൊല്ലം അടിക്കുമ്പോഴേക്കും ഒരു വിസ ഇങ്ങോട്ട് വരെ, അങ്ങനല്ലേ. അതിന്റെ ഏറ്റവും വലിയ നേട്ടം കൽബ് ഇങ്ങോട്ട് തുറന്നിട്ട് എന്നുള്ളതാണ്. സുജൂദിന്റെ ആ കുട്ടീനോട് പറയാം, മൂല്യരൊന്നല്ല, ഇവർക്കൊക്കെ അറിയുന്ന ആളാ. അവന്റെ വീഡിയോ ഉണ്ട്. അവൻ പറയാ, ഇപ്പൊ ഉസ്താദേ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷം എനിക്ക് സുജൂദിൽ ഇങ്ങനെ കിടക്കും. അതായി കിട്ടൽ എന്നെ ലക്ഷ്യം, വേറൊന്നുമല്ല. അതായി കിട്ടിയ അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞും കേട്ടൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. വീഴ്ചകളൊക്കെ അള്ളാഹു തആല പൊരുത്തപ്പെട്ടേറ്റെ. അള്ളാഹു നമ്മുടെ സിയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. ഹൈറും ബർക്കത്തുള്ള ജീവിതാക്കി തെറ്റ്. ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും കച്ചവടക്കാര്, മത്സ്യ വേട്ടക്കാര്, അധ്വാനിക്കുന്ന ആളുകൾ, യാത്രക്കാര്, ഡ്രൈവർമാര്, കൂലിപ്പണിക്കാര്, ഒരുപാട് ആളുകൾ വ്യത്യസ്ത ഫീൽഡിലാണ്. എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മനസ്സമാധാനം പ്രദാനം നൽകട്ടെ.
നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരും, പല പ്രയാസങ്ങളും മുഅ്മിനീങ്ങൾക്ക് വരും. അതൊക്കെ കിതാബിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതൊക്കെ എന്തിനാ അറിയോ? അള്ളാഹു നമ്മളൊക്കെ ആഖിറത്തിൽ ഒരു സ്ഥാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എത്ര അമൽ ചെയ്താലും എത്തൂല. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ തരും. അത് ആ നിലയിൽ തിരിച്ചറിഞ്ഞ് അത് അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണങ്ങളായി അള്ളാഹു നമുക്ക് ബോധം തുറന്നേറ്റെ, അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തേറ്റെ, പ്രയാസങ്ങളൊക്കെ തീർത്തേറ്റെ, സഹിക്കാൻ കഴിയാത്ത വേദനകളും കടച്ചിലും വിരിച്ചിലും രോഗങ്ങളും ഉറക്കല്ലായ്മയൊക്കെ അള്ളാഹു ഒഴിവാക്കി തരട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ച ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് അതിൽ നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂടെ പഠിച്ചവർ, നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ പലരുമുണ്ട്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാത്തിനും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഖബറ് സന്തോഷമായി കൊടുക്കട്ടെ, ഖബറ് വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഏറ്റി തെറ്റ് എല്ലാ ആഫത്തും മുസീബത്തുകളിലും കാവൽ നൽകട്ടെ. കരയിലും കടലിലും അധ്വാനിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ കാവൽ പ്രദാനം ചെയ്യട്ടെ. അവന്റെ വിഭവങ്ങൾ നമുക്ക് തുറന്നേറ്റ് അള്ളാഹു നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആരാനോട് കൈ നീട്ടിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്തിന്റെ കാര്യം അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. നമ്മുടെ ഏറ്റവും ആനന്ദത്തുന്നിലുമായ ആവേശത്തിന്റെ സന്തോഷ ആഹ്ലാദ നിമിഷം നമ്മുടെ അവസാനത്തെ സമയമായി അള്ളാഹു തആല മാറ്റി തരട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം നൽകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.